മനോഹരമായ കോമ്പറ്റീഷൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കാണുവാൻ നമുക്ക് കാണുവാനായിട്ട് ഒരുപാട് അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തിരുവനന്തപുരത്തുകാരൻ മലയാള സിനിമയിലേക്ക് ചേക്കേറി ഇഷ്ടക്കാരനായ, മലയാളികൾക്ക് ഇഷ്ടക്കാരനായ നമ്മുടെ സ്വന്തം അതെ അപ്പാനി ശരത്. എനിക്ക് തോന്നുന്നു അപ്പാനിയെ കൂടുതൽ കാണുന്നത് ഈ മറ്റേ ആമസോൺ വനങ്ങളിലല്ല, തമിഴ്നാട്ടിലാണ് കൂടുതൽ കാണുന്നത്. അപ്പാനിയുടെ ഹിറ്റ് ഒരുപാട് വെബ് സീരീസൊക്കെ തമിഴിൽ റിലീസായിട്ടുണ്ട്. ഞാൻ കണ്ടു കേട്ടോ, ഗംഭീരമായിരുന്നു. അപ്പാനി നിസ്സാരക്കാരനല്ല, മലയാളത്തിലെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരുമിച്ചൊരു ആൻ്റണി അത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ട്രൂപ്പുകളിലൂടെ മിമിക്രിയിൽ കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ അവതരിപ്പിച്ച് പിന്നീട് കോമഡി സ്റ്റാറിൻ്റെ വേദിയിൽ വന്നു. അവിടെ നിന്ന് നേരെ പോകുന്നത് അദ്ദേഹം ഡ്രാമ സ്കൂളിലേക്കാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മലയാള ചലച്ചിത്ര വേദിയുടെ അഭ്രപാളികളിലാണ്. അപ്പോൾ അങ്ങനെ അപ്പാനി ശരത്ത് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിൽ മാത്രമല്ല മണിരത്നം പോലുള്ള സൂപ്പർ ഹിറ്റ് സംവിധായകരുടെ പടത്തിൽ പോലും അഭിനയിച്ച് തമിഴകത്തും ഇപ്പോൾ തെലുങ്കിലും ഒക്കെ മലയാളത്തിൽ അങ്ങനെ നിൽക്കുന്ന താരങ്ങൾ കുറവാണ്. അപ്പോൾ അങ്ങനെ മൾട്ടി ലാംഗ്വേജസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാള നടൻ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരാളാണ്. അതെ, നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും കൂടി ഞാൻ ഓർത്ത് എന്നെ തെറി പറയാൻ പോകുന്നു. അതെ, നിന്റെ അമ്മയുടെ എന്ന് പറഞ്ഞിട്ടേ. ഓക്കെ, ഇനി പറയണം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ വലിയൊരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഇതിലെല്ലാ സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷം. കാരണം ഞാൻ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങൾ മുതലേ ഞാൻ എല്ലാ മിമിക്രി, മോണോ ആക്ട്, അങ്ങനെ എല്ലാ ഐറ്റംസിലും സ്കൂളിൽ പങ്കെടുക്കുന്ന സമയത്ത് മിമിക്രി ആയിരുന്നു നമ്മുടെ മാസ്റ്റർ പീസ്. അപ്പോൾ അന്ന് ഈ സ്റ്റാറുകളെ ഒന്ന് വോയിസ് എടുക്കാൻ കഴിയില്ല. ഈ സംഗീതോപകരണങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജാസിനും സൈഡ്രത്തിനും എല്ലാത്തിനും ഒരേ ശബ്ദമായിരിക്കും. പക്ഷേ വേറെ കുറേ കുട്ടികൾ മത്സരിക്കാനുണ്ടെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് അന്ന് നമുക്ക് ഫസ്റ്റ് പ്രൈസേ കിട്ടി. കലാപ്രതിഭയായിട്ടും അല്ലെങ്കിൽ മിമിക്രിക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒത്തിരി നമ്മുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ, മിമിക്രി സുഹൃത്തുക്കളൊക്കെ കാണാൻ സാധിച്ചു. ഒത്തിരി സന്തോഷം ചേട്ടാ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന്. ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം മലയാള സിനിമകൾ ഇല്ലെന്നല്ല, മലയാള സിനിമകളുണ്ട്, പക്ഷെ കൂടുതലും തമിഴ് സിനിമകളിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മലയാള സിനിമകളെ കാണാത്തത്. പക്ഷെ ഇനി അങ്ങോട്ട് മലയാള സിനിമകളിലും സജീവമാവും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച പടം ലാസ്റ്റ് ഇറങ്ങിയത് ആൻ്റണി അല്ലേ? അതെ അതെ അതെ. അപ്പോൾ എന്തായാലും അപ്പാനി ശരത്ത് ഒരു സ്റ്റേജ് പെർഫോമർ ആയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പണ്ടത്തെ ഓർമ്മകളിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ എനിക്കിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ അല്ലെങ്കിൽ ബഹുമാനായ നമ്മുടെ പ്രസാദായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഞാൻ ഈ ട്രിവാൻഡ്രത്താണ് നാടായതുകൊണ്ട് വട്ടിയൂർക്കാവാണ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ. അപ്പോൾ ഡെയിലി എനിക്ക് അങ്ങോട്ട് പോകാനും വരാനൊക്കെ എളുപ്പമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഡെയിലി രാവിലെ പോയി ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ പോയി നിൽക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കോമഡി സ്റ്റാറിൻ്റെയും കോമഡി എക്സ്പ്രസിൻ്റെയൊക്കെ ആൾക്കാർ അവിടെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ കയറി ഒടുക്കം. ഞാൻ ഒരു ദിവസം കൗമുദി ടി വിയിലൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ പോയി. അന്ന് ആ പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ ശരിക്കും മറന്നുപോയി. അപ്പോൾ അന്ന് ആ സ്കിറ്റിൻ്റെ ജഡ്ജായിരുന്നു ഈ പറഞ്ഞ പ്രസാദേട്ടനുണ്ടായിരുന്നു, ടിനി ടോം ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അവിടുത്തെ ഒരു സ്കിറ്റ് കണ്ടിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഉറപ്പായിട്ടും നടനായിരിക്കും, നീ നല്ലൊരു ക്രാഫ്റ്റുള്ളൊരു മനുഷ്യനാണ്, നീ നല്ലൊരു ആക്ടറായിരിക്കും. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2-3 സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ ചേട്ടനോട് ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ടിനി ടോം ചേട്ടനോട് ഞാനത് പറഞ്ഞത് എൻ്റെ അങ്കമാലിയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്യാനായിട്ട് പ്ലാനിങ് നടക്കുന്ന സമയത്ത് എന്നോട് സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ മിമിക്രിയിൽ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കലാരൂപമാണ് മിമിക്രി. അതുകൊണ്ട് തന്നെ എല്ലാ മിമിക്രിക്കാരെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. അതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ പറയരുത് അതല്ല, ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് എനിക്ക് ആകെ അഭിനയം മാത്രമേ അറിയുള്ളൂ. ഞാൻ സിനിമയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യാൻ പറ്റുന്നതും ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ കലാകാരന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അപ്പോൾ കലയ്ക്ക് ഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് നമുക്ക് മിമിക്രിക്കോ സംഗീതത്തിനോ ഒന്നും ഭാഷ ഒരു പ്രശ്നമല്ല. മനോജ് ഗിന്നസിന് എത്ര ഭാഷ അറിയാം? മലയാളം തന്നെ കഷ്ടി. പ്രസാദ്? മലയാളം. രാജ്യങ്ങളിൽ യാത്ര ചെയ്ത അഖില് ഹിന്ദി അറിയാം.
ഹിന്ദി അറിയാം. അപ്പൊ ഇവന്മാര് രക്ഷപ്പെട്ടു. അവർക്ക് ഹിന്ദി അറിയാൻ പാടില്ലാണ്ടിരിക്കുന്ന ഏതായാലും ഓലോക്കോ ബുലാവോ ഓഹോ ഹിന്ദി അല്ല, തമിഴാ, തമിഴ്. വാങ്ങ എണ്ണേ കൂപ്പിട്. തിരുവനന്തപുരത്ത് നമുക്ക് തമിഴാണ് പാടുന്നത്, അതിനായിട്ട് വിളിക്കും. അപ്പോൾ ടീം സക്സസ് തമിഴ്നാടു അവരെ വെൽക്കം ചെയ്യാണ് വേദിയിലേക്ക്. വെൽക്കം. അതായത് നമ്മളെല്ലാവരും റേഷൻ വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ താരങ്ങൾ റേഷൻ വാങ്ങാൻ പോയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. முதல் முறையாக புரட்சி கலைஞர் விஜயகாந்த் அவர்கள் வந்து இந்த மேடைக்கு வந்து ரேஷன் வாங்க வந்திருந்தாருன்னா எப்படிங்கிற கற்பனை. டேய் இங்க போடுறான், உங்கள்கிட்ட அரிசியை கேட்டா அடாவடித்தனம் பண்ற, மண்ணெண்ணையை கேட்டா மரியாதைலாம் பேசுற, சர்க்கரையை கேட்டா சாக்கு போக்கு சொல்ற, உளுந்து மட்டும் கொடுக்கலன்னு வையி உன்னை ஊரை விட்டு வளர்ப்பிடுவேன். நன்றி. அடுத்தபடியாக வானில் 1000 நட்சத்திரங்கள் தோன்றினாலும் என்று மழியா நட்சத்திரமாக விளங்கும் அகில உலக சூப்பர் ஸ்டார் ரஜினிகாந்த் அவர்கள் இந்த மேடையில் தோன்றியிருந்தார். எப்படி ஒரு கற்பனை. ஐயா ஐயா பாருங்க, ரொம்ப பெருமையாக இருக்கு, ரொம்ப சந்தோஷமாக இருக்கு. எப்படி சொல்ல தெரியல. முதல் நான் வாரம் நான் இங்கே வரும்போது ரேஷன் இல்லைன்னு சொன்னாங்க, ரொம்ப சங்கடமாக இருந்து போச்சு. இப்போ ஒரு கேட்டு போல் இங்கே வந்து பார்க்கும்போது மொன்னனை கேட்டால் அரிசி கொடுக்குறாங்க, அரிசியை கேட்டால் மொன்னனை கொடுக்குறாங்க. அது மட்டும் இல்லை, வாழ்க்கையில் நான் ரொம்ப வெந்திருக்கேன், ரொம்ப நொந்திருக்கேன். ஆனால் இவங்க சொல்கிற மாதிரி என்ன நிற்க முடியாது. நான் ரொம்ப நேரமாக இங்கே நிற்கிறேன், அது உங்களுக்கு நல்லா தெரியும். ஐயா இது பெட்டு கடை தெரியுமா உங்களுக்கு? பெட்டு அதாவது நாம் சாப்பிட்டுட்டு தெம்பா படுக்கிறதுக்கும் பெட்டு வேணும், உருவாடுறதுக்கும் பெட்டு வேணும், உறங்குறதுக்கும் பெட்டு வேணும். இது எப்படி இருக்கு? காலம் மேலே காலை போடுவேண்டா, சும்மா எத்தா ஸ்டைலா அரிசி வாங்காமல் போக மாட்டேன்டா. 15 வருஷம் முன்னாடி இந்த கபாலி எப்படி வந்தானோ அப்படியே முழுசா திரும்பி வந்துட்டேன்னு போய் சொல்லு. குழந்தை, நான் கொலைக்காலியில் இருக்கேன், கொல்லாமல் விட மாட்டேன். பருப்பு முன்னணி எனக்கு கொடுக்கலன்னா நான் கொல்லாமல் விட மாட்டேன். இது எப்படி இருக்கு? நன்றி. அடுத்தபடியாக மண்ணை விட்டு மறைந்தாலும் மக்கள் மனதில் நீங்காத மாபெரும் நடிகர், பழம்பெரும் நடிகர், வில்லன் நடிகர் எம்என் நம்பியார் அவர்கள் இந்த ரேஷன் கடைக்கு போயிருந்தாருன்னா அப்படிங்கிற கற்பனை. என்னப்பா தம்பி, ரேஷன் வாங்க வந்தா அரிசி கேட்டா அடாவடித்தனமா பண்ற, நீ என்ன பண்ற? நீ ஒன்றும் செய்யறது ஒன்றுமே சரியில்லையே. நான் ஒன்றுக்கிட்ட ஒன்று மட்டும் கேட்குறேன். இந்த ரேஷன் கடையில் தங்க பிஸ்கெட்டு, வயல் நெக்லஸ் இதெல்லாம் போட மாட்டீங்களா? சரி நான் வரேன், அடுத்தபடி வரும்போது எனக்கு நான் கண்டிப்பாக தரணும். நன்றி. அடுத்தபடியாக உலக நாயகன் கமலஹாசன் சார். எல்லாரும் ஒன்று கைத்தட்டுங்கப்பா. உலக நாயகன் கமல சார். கண்மணி, நானும் தெரியலையா, காட்டுக்குள்ள பெரிய சொரமான இடத்துல நான் தனிய மரமாக வாழ்ந்துட்டு இருக்கேன். அபிராமியும் பக்கத்தில் இருக்காங்க. அடுப்பை கட்டி தண்ணியை சூடாக்கிட்டேன்னா பார்க்கும்போது அரிசியை காணும். என்னையா பண்ண முடியும்? உடனே அந்த பையை தூக்கிக்கிட்டு நான் பெரிய மலை மேலே ஏறி, அபிராமிக்கிட்ட பயப்படாத, நான் இங்கே தான் வருவேன் அப்படி சொல்லிட்டு நான் பெரிய மலை மேலே ஏறினேன். ரேஷன் கடைக்கு வந்து பார்க்கும்போது அரிசி முடிஞ்சிட்டு போயிட்டுன்னு சொன்னாங்க. போட்டனே ஒரே அடி. ரேஷன் கடை துண்டை காணோம், துணியை காணான்னு ஓடிட்டான். எனக்கு கோவம்லாம் வராது, ஆனால் கோபம் வந்தேன்னா அப்புறம் நான் என்ன பண்ணுறதுன்னு எனக்கே தெரியாதுங்கய்யா. அதனால தான் ஐயா, நல்லா இருக்கீங்களா? நான் ஒரு கிராமத்தில், ஒரு பட்டிக்காட்டில் ஒரு விவசாயி, உங்களுக்கு எல்லாருக்கும் தெரியும். ஆனால் இந்த மேடையும் எனக்கும் எந்த சம்மதம் கிடையாதுன்னு சொல்லும்போது வருத்தமாக இருக்குய்யா. அரிசி ஒரு பக்கமாக இருக்கட்டும், உங்களோட அன்பு என்னைக்குமே இருக்கட்டும்னு சொல்லி நான் விடப்படுறேன் ஐயா. நன்றி, வணக்கம். நன்றி. அடுத்து சூரிய சார் வந்து ரேஷன் கடையில் போனால் எப்படி இருக்குன்னு பாருங்க. எந்த ஒரு விஷயத்தையும் பிளான் பண்ணாம பண்ணா இப்படித்தான். எல்லாருக்கும் வணக்கம். ரொம்ப பெருமையாக சொல்லிக்கலாம். இந்த ரேஷன் கடையில் எங்கள் அப்பா சொல்லுவார், ரேஷன் கடையிலாம் போய் படத்தை வாங்கணும் அப்படி சொல்லுவார். சின்னதில் என்னை படிக்க வச்சதை அந்த ரேஷன் கடையில் பட்டனை வாங்கி, அரிசி வாங்கி
சில்லற காசெல்லாம் உடனே பாக்கெட்டில் போட்டு எப்படி சொல்ல கூட தெரியல. அதான் அந்த நாளால் மறக்க முடியாது. இப்போ நான் ஒரு நடிகர் ஆகிட்டு சொல்லு, அதுக்கெல்லாம் விட்டு போகிறதுக்கு நானோட அவ்வளோ பெரிய ஆள் கிடையாது. அதான் மடனை வாங்கிட்டு வீட்டில் போய் சமைக்கலான்னு நான் முடிவுப்பட்டேன். ஏடா எல்லாம் நல்லா இருக்கீங்களா? எப்படி எல்லாருக்கும் என்னுடைய அருமையான வணக்கம். அதான் சொல்லிட்டு போகலாம். അതാ താങ്ക് യു. ഒരു താരത്തിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു മലയാളത്തിൽ. എന്താണ് ഒന്നും പറയാനില്ല. അതോ നമ്മളിവിടെ വന്നപ്പോഴാണ് കരുതിയത് നമ്മളെക്കാളും വലിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ മറക്കാൻ കഴിയില്ല സാധനങ്ങളൊന്നും. നിങ്ങളാണ് നമ്മളെ കൽപ്പ്. നിങ്ങളെ കണ്ടിട്ടാണ് നമ്മൾ മിമിക്രി പഠിച്ച്. അതൊന്ന് ഓർക്കണം. എന്നാലും എല്ലാവർക്കും അസ്സലാമലൈക്കും, എല്ലാവർക്കും നന്നായിരിക്കട്ടെ. வருஷம் காக்கட்டே மாற்ற நமக்கு வரானுள்ளൂ. நன்றி. அடுத்து ஒருத்தர் கூட வர்றாரு. நீங்களே யாருன்னு சூஸ் பண்ணுங்க பார்க்கலாம். வாடா மூதை பிடிச்ச முன்னோ, உங்கள்கிட்ட தான் டெய்லி வந்து அடிச்சு கேட்குறேன், அடிச்சு கொடுக்க மாட்டேன், நடவடித்தனம் பண்ணுறேன். இந்த பாரு அடுத்த பயணம் வரும்போது எனக்கு அடிச்சு கொடுக்கலன்னு போய் உன்னை ஒண்டி இல்லாமல் பண்ணிடுவேன்.